സ്വന്തമായി വക്കീൽ ആഫീസുള്ള ഒരു സുപ്രീം കോടതി അഭിഭാഷകന് കോൺഗ്രസിലൊരു വിലയില്ലേടെ ചോദിച്ചു പോവുകയാണ്. മാങ്ങാണ്ടിക്ക് വേണ്ടി ഇത്രയും സ്വന്തമായി ഓഫീസ് മുറിയുള്ള എനിക്ക് 10ഓളം അസോസിയേറ്റ്സ് ഉള്ള ഒരു മാത്യു കുഴൽ അഭിഭാഷകൻ, അത് സുപ്രീം കോടതി ജഡ്ജി, ഇത്രയും വലിയ കേസ് വന്നിട്ട് മാങ്ങാണ്ടി ആ വഴി പോയില്ലെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാങ്ങാണ്ടി അതില്ലെങ്കിൽ അതിനേക്കാൾ വിദഗ്ധ അഭിഭാഷകൻ നെടുമങ്ങാട് കോടതിയിലുണ്ട്, BRM ഷഫീറിക്ക. ഇങ്ങനെ തുടങ്ങി പുലിക്കുട്ടികളായിട്ടുള്ള വക്കീലുകൾ കോൺഗ്രസിൽ ഉണ്ടായിട്ട് എന്തേ ഇവർക്കൊന്നും ഒരു കേസ് കൊടുക്കണില്ല? അപ്പോൾ ജീവനിൽ ഭയം ഉണ്ടെന്നർത്ഥം. അതായത് കോൺഗ്രസ്സുകാരിലെ ചില അഭിഭാഷകരെല്ലാം ഈ മാധ്യമ മൈക്കിൻ്റെ മുന്നിലേ ഉള്ളൂ, നേരെ കോടതി ചെന്ന് കഴിഞ്ഞാൽ പലതവണ ഒരു വ്യക്തിക്ക് പ്രതീക്ഷ. ഇപ്പോൾ മാങ്ങാണ്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ജീവൻ വെച്ചുള്ള കളിയാണ്. ആ കളിയിൽ ആദ്യത്തെ ഓപ്ഷനായിട്ട് മനസ്സിൽ ഒരുപക്ഷെ കുഴൽ വന്നിരുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പായിരുന്നു. കേരളവർമ്മ കോളേജിലെ ആ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വോട്ടിന് വിജയിച്ചതിനെ 6 വോട്ടിന് വിജയിപ്പിക്കാനുള്ള കഴിവ് കാണിച്ച ആ വൈദഗ്ധ്യം അദ്ദേഹം ഇവിടെ കൊണ്ടുവരുമോ എന്ന് മാങ്ങാണ്ടി ഭയപ്പെട്ടു. അതുകൊണ്ടായിരിക്കണം സ്വന്തമായിട്ട് അസോസിയേറ്റ്സും സുപ്രീം കോടതി അഭിഭാഷകനും 24 മണിക്കൂർ ഇങ്ങനെ ആക്കി നടക്കുന്ന ആ ഹീറോയിസ്റ്റിക് അഭിഭാഷകന് ഒരു വിലയില്ലാത്തൊരവസ്ഥ ഇത് നിങ്ങൾ കാണേണ്ടതുണ്ട്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ തീപ്പൊരിയാണെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന മാത്യു കുഴലിനെ പാർട്ടിക്കകത്തുള്ളവർക്ക് പോലും ഒരു വിശ്വാസമില്ല. നിയമോപദേശം എന്ന് പറഞ്ഞാൽ നിയമത്തെക്കുറിച്ച് വല്ല അറിയണ്ടേ? തുണ്ടു വെച്ച് എഴുതി വെച്ച് വന്ന ടീമിനെയൊക്കെ ഈ PR ടീമിനെ വെച്ചിട്ട് വലിയ സംഭവമാണെന്ന് പറയുന്നതിനപ്പുറം